ദൃക്സാക്ഷികൾ ആരുമില്ലാത്ത ഒരു കൊലപാതക കേസ് പോലീസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള വിവരം അടങ്ങുന്ന എപ്പിസോഡാണ് ഇന്നത്തേത്. വളരെ മുമ്പ് നടന്ന ഒരു മർഡർ കേസാണ്. പക്ഷേ അതിനകത്ത് ഭാര്യാഭർത്താക്കന്മാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ആ കേസ് പ്രസക്തമായി നിൽക്കുന്നത്. ഈ കേസ് നടക്കുന്നത് വളരെ മുമ്പാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വളരെ മുമ്പ് നടന്നതാണെങ്കിലും അന്നത്തെ കുറ്റാന്വേഷണ മികവുകൾ എല്ലാം സ്വായത്തമാക്കിയിരുന്ന കേരള പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസ് തെളിയിച്ചു എന്നുള്ളതാണ്. ദൃക്സാക്ഷികൾ ഇല്ല എങ്കിലും ഏത് കൊലപാതകത്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകും, അഥവാ ഒരു തെളിവ് അവശേഷിക്കുക തന്നെ ചെയ്യും. ആ തെളിവിലാണ് പോലീസ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഈ സംഭവം ഒരു ദിവസം ഏകദേശം വെളുപ്പാങ്കാലത്ത് 5 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കാൾ വരികയാണ്. റോഡരികിൽ വിജനമായ ഒരു സ്ഥലത്താണ് ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു, മരണപ്പെട്ട് കിടക്കുന്നു. കൊലപാതകമാണോ ആത്മഹത്യയാണോ അപകടമാണോ എന്നൊന്നും ഈ വിളിച്ചു പറഞ്ഞ ആളിന് അറിയില്ല. അദ്ദേഹം അതുവഴി ഈ ബൈക്കിൽ പോകുമ്പോൾ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു. അനക്കമൊന്നും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുന്നതാണ് ഉചിതം എന്ന് കരുതി അയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതാണ്. പോലീസുകാർ ഈ സംഭവം നടന്നാൽ ഉടൻ തന്നെ സ്പോട്ടിലെത്താറുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അവിടെ പോയപ്പോൾ കാണുന്നത് ഒരു ബൈക്ക് മറിഞ്ഞു കിടപ്പുണ്ട്. ബൈക്ക് നിറയെ ചോരയാണ്. ആ ബൈക്കിന് സമീപമാണ് ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത്. അധികം പ്രായമൊന്നും ഇല്ലാത്ത ഒരു 35 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കടാരയും അടുത്ത് കിടക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സ്ട്രീറ്റാണ്. അധികം ആൾതാമസമില്ല, ആൾതാമസം ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. അവിടെയൊന്നും തെരുവ് വിളക്കുമില്ല. സ്വാഭാവികമായും ആരെങ്കിലും ഈ കൊലപാതകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമയം പോലീസിന് നിശ്ചയമുണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ വഴിപോക്കൻ കണ്ടിട്ടുണ്ടാകാം. മറിച്ച് മറ്റൊരാൾ കണ്ടിട്ടുണ്ടെങ്കിലും അയാൾ പോലീസിലേക്ക് വിവരം അറിയിക്കാൻ മടിച്ചിട്ടുണ്ടാകാം. പോലീസ് ആദ്യത്തെ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു സൂയിസൈഡൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന കൺക്ലൂഷനിലെത്തി. കാരണം ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അയാളെ വീട്ടിൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെയ്യാം. മറിച്ച് റോഡിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി ബൈക്കിൽ വന്ന് സ്വയം കടാരി കൊണ്ട് കഴുത്തും കാലുമൊക്കെ മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു മനുഷ്യനും ചെയ്യാറില്ല സ്വാഭാവികമായും. ബൈക്ക് കിടക്കുന്നത് കണ്ടാലും ഇത് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരാൾ ബൈക്ക് മറിച്ചിട്ടതാണെന്നും പറയാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ശരിക്കും ആ ഭാഗം റെക്കോർഡ് ചെയ്തു. ഒന്ന്, സൂയിസൈഡ് അല്ല നടന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്? ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? കൊലപ്പെടുത്തിയതാണെങ്കിൽ ആദ്യം ആരാണ് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയണം. ഈ ശരീരപരിശോധന നടത്തിയപ്പോൾ ഒരു ID കാർഡ് കിട്ടുന്നു. ID കാർഡിൽ ഈ വ്യക്തിയുടെ പേരും ഇയാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വിവരവും ലഭിച്ചു. തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു സ്ഥാപനത്തിൽ, ഈ നഗരത്തിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഡെഡ് ബോഡി കടന്നത്. നഗരത്തിലെ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ എന്ന് മനസ്സിലായത്. ഇയാളെ ഫോട്ടോ കാണിച്ചു. അതനുസരിച്ച് അവർക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇയാൾ സെക്യൂരിറ്റിക്കാരൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു. അന്നും ഇയാൾ ഈ സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി വന്നില്ല. ഈ കൊല്ലപ്പെടുന്ന ദിവസം വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് അയാളുടെ ഭാര്യ നൽകിയ ഒരു വിവരവും. അതുകൊണ്ട് തന്നെ ഇവർ പോലീസിലേക്ക് അറിയിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിനിടയിലാണ് പോലീസ് തന്നെ ഇയാൾ കൊല്ലപ്പെട്ട വിവരവുമായിട്ട് ഈ ഓഫീസിൽ എത്തുന്നത്. എന്തായാലും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കാൻ പോലീസ് തുനിഞ്ഞു. വിവരങ്ങൾ തിരക്കിയപ്പോൾ കിട്ടിയത് ഇയാൾക്ക് ശത്രുക്കൾ ആരുമില്ല, കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ അർത്ഥത്തിലും സന്തോഷവാനായ മനുഷ്യനാണ്. വലിയ സമ്പന്നനൊന്നുമല്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകാനുള്ള ശമ്പള തുകയൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞുപോയ ആളാണ്. പിന്നെ ആരാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിന് അപ്പോഴും കിട്ടാത്ത നിഗമനം. പോലീസ് ഈ ഡെഡ് ബോഡി കടന്ന ഭാഗത്തൊക്കെ തന്നെ പലരെയും ചോദ്യം ചെയ്തു. പക്ഷേ ആർക്കും പോലീസിന് കിട്ടേണ്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും നൽകാനുണ്ടായിരുന്നില്ല. കൊലപാതകമാരും കണ്ടിട്ടില്ല. തുടർന്ന് ആരെങ്കിലും അവിടെ നിന്ന് ഈ സാഹചര്യത്തിൽ ഈ അർദ്ധരാത്രി ഒരു പ്രത്യേക ദുരൂഹതയോടുകൂടി നടന്നു പോകുന്നതോ വാഹനത്തിൽ വരികയോ പോവുകയോ ചെയ്യുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല. പോലീസിന് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷിച്ചു. ബന്ധുക്കളൊക്കെ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലും സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ ആരും കൊല്ലേണ്ട കാര്യവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും പറയാൻ കഴിയുന്നത് ഇയാളുടെ ഭാര്യയ്ക്കാണ്. ഭാര്യയാണെങ്കിൽ ഈ കൊലപാതകം അറിഞ്ഞതു മുതൽ നിലവിളിയും ബോധം കെടലും തലചുറ്റലും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് ഭാര്യയുടെ മൊഴിയെടുക്കാൻ പോലീസ് തുനിയാറില്ല. ഒരു ഭർത്താവ് മരണപ്പെട്ട അവസ്ഥയിൽ ഒരു ഭാര്യയുടെ മൊഴി അന്ന് തന്നെ എടുക്കാൻ പോലീസിന് കഴിയുകയില്ല. എന്തായാലും അവരുടെ മൊഴി എടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാം എന്ന ധാരണയിൽ പോലീസ് വെയിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞു. മൊഴിയെടുക്കാൻ പോകുന്നു. മൊഴിയെടുക്കാൻ കഴിയുന്നില്ല. ഭാര്യ കിടക്കയിൽ തന്നെയാണ്. തികച്ചും പിച്ചും പെയ്യും പറയുന്ന അവസ്ഥയാണ്. എപ്പോഴും ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്നു. എനിക്കിനി ആരുണ്ടെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. അവരെ ഈ സമയത്തും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്നു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും പോകുന്നു, സ്ഥിതി അതുതന്നെ. 4-ാം ദിവസവും പോകുന്നു, സ്ഥിതി അത് തന്നെ. പോലീസ് എന്തായാലും ഒരു 4-5 ദിവസം കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചു മാറി നിന്നു. പിന്നും പോയപ്പോൾ പ്രശ്നം ഇത് തന്നെയാണ്. അവർ ഒരു തരത്തിലും മൊഴി കൊടുക്കാൻ തയ്യാറല്ല. അവർ പറയുന്നു, എൻ്റെ മൊഴി നിങ്ങൾ എന്തിനെടുക്കണം? ഞാൻ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിൽ കരഞ്ഞും നിലവിളിച്ചും കിടക്കുമ്പോൾ എൻ്റേത് എന്തിനാണ് നിങ്ങൾ എൻ്റെ മൊഴി എടുക്കേണ്ടത്? അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പോലീസിന് മൊഴി കൊടുക്കാതെ മാറി നിൽക്കുന്നത്. അവർ കുറച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് ശരിക്കും പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള പല വിവരങ്ങളും എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നിരിക്കാം. അവർ ഒറ്റ നിലപാടിൽ സ്ട്രോങ് ആയി നിന്നു. എന്നോട് ഒന്നും ചോദിക്കണ്ട, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കുറ്റവാളിയെ കണ്ടുപിടിച്ചു കൊള്ളൂ എന്ന നിലപാടിലായിരുന്നു ആ സ്ത്രീ. പക്ഷേ അവർ കൂടുതലൊന്നും പറയാൻ തുനിയാത്ത സാഹചര്യത്തിൽ അവർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പോലീസിന് ഒരു തോന്നൽ വരികയും ചെയ്തു. ഇനി ഈ സ്ത്രീ വർക്ക് ചെയ്തിരുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പോലീസ് മറ്റൊരു പരിശോധന കൂടി നടത്തി. ഈ സ്ത്രീയും ശരിക്കും അവരും ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ സ്വകാര്യ സ്ഥാപനത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഈ സ്ത്രീ അവിടെ വർക്ക് ചെയ്തിരുന്നു. ആ സ്ത്രീക്ക് അവിടെയുള്ള മറ്റൊരു ജീവനക്കാരനുമായിട്ട് കുറച്ച് കൂടുതൽ സൗഹൃദം ഉണ്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ചിലരിൽ നിന്നും പോലീസിന് വിവരം കിട്ടി. പക്ഷേ അങ്ങനെ ആരാണ് എന്നുള്ളത് പോലീസ് ഏകദേശം ഒരു ധാരണയിൽ എത്തിയെങ്കിലും തുടർന്ന് ഈ കൊലപാതകവും അങ്ങനെ സൗഹൃദത്തിലായ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും മനസ്സിലാക്കാൻ പോലീസിന് കഴിയാതെ വരുന്നു. പക്ഷേ ഇവർ മൊഴിയൊന്നും കൃത്യമായും കൊടുക്കാത്ത സാഹചര്യത്തിൽ പോലീസ് ഒരു കാര്യം തീരുമാനിച്ചു: ഇവരുടെ വീട് പരിശോധിക്കുക. ഈ പരിശോധനയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ അതിനും അവർ സമ്മതിച്ചില്ല. എൻ്റെ വീട് പരിശോധിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് എൻ്റെ വീട് എന്തിനാ പരിശോധിക്കണം? പോലീസ് ശരിക്കും വനിതാ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് എത്തിയത്. അവരെ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കൊലപാതകത്തിൻ്റെ പ്രതിയെ കണ്ടുപിടിക്കണം, നിങ്ങളുടെ സഹായം കൂടി ഉണ്ടായേ പറ്റൂ. നിങ്ങൾ മൊഴിയൊന്നും പറയുന്നില്ല, നിങ്ങൾക്കാർക്കും സംശയമുണ്ടോ അത് നിങ്ങൾ പറയുന്നില്ല, എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് പറയുന്നില്ല, നിങ്ങൾ ഒന്നും പറയാതെ നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വീട് പരിശോധിച്ചേ പറ്റൂ. പക്ഷേ കിടക്കയിൽ ഇതുവരെ തളർന്നു കിടന്ന ആ സ്ത്രീ ചാടി എഴുന്നേൽക്കുന്നു. ആ പോലീസിൻ്റെ ഈ വീട്ടിനക പരിശോധന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ പോലീസിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും,
എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീ മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ സംശയം ഇരട്ടിക്കുകയാണല്ലോ ചെയ്യുക. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. അവർ വനിതാ പോലീസിൻ്റെ സഹായത്തോടു കൂടി പരിശോധിച്ചു. മേശവലിപ്പുകളെല്ലാം തുറന്നു നോക്കി, അവിടെ ഒന്നുമില്ല. ഇനി ഒരു അലമാരയുണ്ട്, അത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭദ്രകാളിയെപ്പോലെ ഈ സ്ത്രീ പോലീസിന് നേരെ ഈ എതിരിട്ടുകൊണ്ട് അലറി വിളിക്കുകയായിരുന്നു. അലമാര തുറക്കാൻ സമ്മതിക്കില്ല, എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ ഉള്ളതാണ് ഈ അലമാരിക്കകത്ത്, എൻ്റെ വസ്ത്രങ്ങൾ മാത്രമല്ല, അടിവസ്ത്രങ്ങൾ മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ഡോക്യുമെൻറ്റുകളുണ്ട്, ഇത് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ചു. ഒടുവിൽ പോലീസ് അലമാര പൊളിക്കുക തന്നെ ചെയ്തു. പക്ഷേ പൊളിച്ച് നോക്കി, പരിശോധിച്ചു. അതിനകത്തുള്ള സാരികളും മറ്റ് ഡ്രസ് ഐറ്റംസ് എല്ലാം പരിശോധിക്കുന്നതിനിടയിൽ പോലീസ് ഒരു കാര്യം കണ്ടുപിടിച്ചു. അത് ആ അലമാരിക്കുള്ളിലെ ഒരു സാരിക്കിടയിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു സിം കാർഡായിരുന്നു. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സിം കാർഡ്. അപ്പോൾ പോലീസ് ഈ സ്ത്രീയോട് സിം കാർഡ് കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്തിനാണ് ഈ അലമാരിക്കകത്ത് സൂക്ഷിച്ചത്? അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാത്ത സിം കാർഡാണ്, ആവശ്യമില്ലെങ്കിൽ വെളിയിലിട്ട് ആരെങ്കിലും ദുരുപയോഗം ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഇത്രയും ഭദ്രമായി സൂക്ഷിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ആരും ദുരുപയോഗപ്പെടുത്താതിരിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പോലീസ് പിന്നെ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ സിം കാർഡ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞു, അത് ഞാൻ ചോദിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അറിയാമായിരിക്കാം, അല്ലായിരിക്കാം, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയാണ് ചെയ്തത്. ഈ സിം കാർഡ് പോലീസ് കൊണ്ടുപോകുന്നു എന്ന് അറിയിച്ചപ്പോൾ അതും തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. എൻ്റെ സ്വകാര്യ വസ്തുവാണ്, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള യാതൊരു നിയമവുമില്ല, നിങ്ങൾക്ക് ഞാൻ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പക്ഷേ പോലീസ് അത് കൊണ്ടുപോവുകയും അത് മൊബൈൽ സെല്ല് വഴി അവർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ആ സിമ്മിൽ നിന്നും ഒരേ ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ് കാളുകൾ പോയിട്ടുള്ളതും ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് കോൾ തിരിച്ചു വന്നിട്ടുള്ളതും. വേറെ ഒരു വ്യക്തികൾക്കും ഈ മൊബൈലിൽ നിന്ന് ഒരു കാളും പോയിട്ടില്ല. വേറൊരു കാര്യത്തിനു വേണ്ടിയും ഈ സിം ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ പോലീസിന് മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ, ഈ സ്ത്രീക്ക് ഒരു സ്വകാര്യ ബന്ധമുണ്ട്. ആ ഫോൺ കാൾ ആരുടേതെന്ന് പോലീസ് സൈബർ വിഭാഗത്തിൻ്റെ പിന്തുണയോടെ പരിശോധിച്ചപ്പോൾ അത് ഒരു വ്യക്തി, ആ വ്യക്തി ഈ സ്ത്രീ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ അതേ വ്യക്തി തന്നെയാണ്. കൂടുതൽ സൗഹൃദം ഈ സ്ത്രീ കാണിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്. പോലീസ് നേരെ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അയാൾ തിരിച്ചെത്തുന്നത് വരെ പോലീസ് ആ വീടിൻ്റെ പരിസരത്ത് ക്യാമ്പ് ചെയ്യുന്നു. അയാൾ തിരിച്ചെത്തി കസ്റ്റഡിയിലെടുക്കുന്നു. ആദ്യമൊക്കെ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി നുണകൾ പറഞ്ഞു എങ്കിലും ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും കിട്ടിയ സിം കാർഡും അതിനെ തുടർന്ന് ഇയാൾ വിളിച്ചതായ ഫോൺ കാൾ രേഖകളും കാണിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അയാൾ ഉള്ള സത്യമെല്ലാം പറഞ്ഞു. വാസ്തവം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. നാളുകളായി, ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി ഈ ബന്ധം തുടരുകയായിരുന്നു. നൈറ്റിൽ സെക്യൂരിറ്റിയായി ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ പോകുന്ന രാത്രികളിൽ ഇയാൾ ഈ സ്ത്രീയുടെ വീട്ടിൽ എത്തുകയും അവരോടൊപ്പം ഭർത്താവ് എന്നുള്ള നിലയിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധത്തിൽ പിന്നീട് ഇവരുടെ ഹസ്ബൻഡിന് സംശയം തോന്നി എന്ന് ഒരു സൂചന ഈ സ്ത്രീക്ക് തോന്നുകയായിരുന്നു. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തി ആണെങ്കിലും ഭർത്താവുമായി ഇദ്ദേഹത്തിന് ഈ സ്ത്രീ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു വളരെ മുമ്പ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവുകയും ഈ സൗഹൃദത്തിനെ ഈ കാമുകൻ വളർത്തിയെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് എപ്പോഴോ ഒരു അവസ്ഥയിൽ ഈ ഭർത്താവായ കൊല്ലപ്പെട്ട ഈ മനുഷ്യന് തോന്നിയ ചെറിയ സംശയം ഈ ഭാര്യയ്ക്ക് ശരിക്കും ബോധ്യപ്പെടുകയും തുടർന്ന് കാമുകനോട് ഭർത്താവ് ഇനി ജീവിച്ചിരുന്നാൽ നമ്മുടെ ബന്ധം തുടരാൻ കഴിയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ എല്ലാ പിന്തുണയും കൊടുത്തത് ഈ കാമുകിയായിരുന്നു.
തുടർന്ന് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കുകയും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ദിവസങ്ങളിൽ ഇയാളെ വിളിച്ചിട്ട് ഈ കാമുകൻ അയാളുടെ ബൈക്കിന് പിന്നിൽ പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം തന്നെ പിന്നീട് ഇയാളെ വകവരുത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നീക്കമായിരുന്നു. അങ്ങനെ ഈ കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്നും ഇയാൾ കുറേ ദൂരെ, അതായത് ഈ സെക്യൂരിറ്റിയായ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ഓഫീസിനടുക്കലല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് ഇയാളെ ഫോണിൽ വിളിച്ചിട്ട്, നിങ്ങൾ വരുമ്പോൾ ഞാൻ റോഡരികിൽ നിൽക്കുന്നു, എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറയുകയും അതനുസരിച്ച് രാത്രി ഇയാൾ വരുമ്പോൾ ഈ ബൈക്കിൻ്റെ പിന്നാലെ കയറിക്കൂടുകയും ചെയ്തു. ആളൊഴിഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ബൈക്ക് നിർത്താൻ പറയുകയും ബൈക്ക് നിർത്തി ഇറങ്ങിയ ഉടനെ കയ്യിലുണ്ടായിരുന്ന കഠാരി ഉപയോഗിച്ച് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാന പാഠം എന്തെന്ന് പറഞ്ഞാൽ, ഈ അവിഹിത ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പല സ്ത്രീകളും പ്രത്യേക ഫോൺ സിമ്മുകൾ സംഘടിപ്പിച്ചിട്ട് ആ സിം വഴി മാത്രം കാമുകനെ ബന്ധപ്പെടും, പിന്നെ ഒളിച്ചു വയ്ക്കും. ആവശ്യം വരുമ്പോൾ വീണ്ടും ഈ സിം എടുത്ത് ഫോണിൽ ഇടും, വിളിക്കും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭർത്താക്കന്മാരുടെ ശ്രദ്ധയിൽ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായി എന്ന് വരികയില്ല. ഈ ബന്ധങ്ങൾ നിർബാധം തുടരുകയും ചെയ്യും. അങ്ങനെ നടന്ന ഒരു സംഭവമാണ്. പലയിടത്തും പിന്നീട് പോലീസിന് പല കേസും ശരിക്കും തെളിയിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലും ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സിമ്മുകൾ, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ പേരിലെടുത്ത മറ്റൊരു സിം, കയ്യിലുള്ള സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല പറയുന്നത്, മറ്റ് ഈ പേരിൽ തന്നെ മറ്റൊരു സിം എടുക്കും. അങ്ങനെ സിം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഈ ഉപയോഗിക്കുന്നത് ഒരേ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. കാമുകനും തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടിയും ചാറ്റിന് വേണ്ടിയും ആണ്. അത് കഴിഞ്ഞ് ഒളിപ്പിച്ച് വെക്കും. ഒളിപ്പിച്ച് വെക്കുന്നതൊരിക്കലും ഭർത്താവ് കണ്ടുപിടിക്കില്ല എന്ന് തീർച്ചയുള്ള ഒരു സ്ഥലത്തായിരിക്കുകയും ചെയ്യും. ഇവിടെ കൊല്ലപ്പെട്ട ഈ പാവം ഭർത്താവ് ഭാര്യയെ ഒരിക്കലും സംശയിച്ച വ്യക്തി അല്ല. പക്ഷേ ഈ കൂടെ വർക്ക് ചെയ്ത ഈ കാമുകനുമായിട്ടുള്ള ബന്ധം ഏകദേശം കൂടുതൽ അടുത്തപ്പോൾ എന്തോ സംശയം അയാൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അയാളുമായിട്ട് കൂടുതൽ അടുപ്പം വേണ്ട എന്ന് അയാൾ ഭാര്യയെ ഉപദേശിച്ചിട്ടുമുണ്ടാകാം. തുടർന്നാണ് ഇത്തരത്തിൽ ഇയാളെ കൊലപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചതും അത് നടപ്പാക്കിയതും. കാമുകിയുടെ പിന്തുണയും കാമുകൻ്റെ പ്രവൃത്തിയും കൂടെ ചേർന്നപ്പോൾ ഒരു പാവം ഭർത്താവ് റോഡ് അരികിൽ കൊല്ലപ്പെട്ട് കിടക്കേണ്ടി വന്നു. ഇതാണ് ശരിക്കും ഈ സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം പറയാനുള്ളത്, എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് മാത്രമാണ്.